ഇതെല്ലാം കൂടെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് വെച്ചാൽ എന്താ ചെയ്യാൻ പോണേന്ന്. അപ്പോൾ നമുക്കിത് എന്താ ചെയ്യണേന്ന് പെട്ടെന്ന് നോക്കാം. എല്ലാവരെയും ലിറ്റിൽ ഡോറി കിച്ചണിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ടു ലിറ്റിൽ ഡോറി കിച്ചൺ. നമുക്ക് ഈ പപ്പായ എടുത്തിട്ട് പെട്ടെന്ന് ഇതുകൊണ്ട് എങ്ങനെ ഒരു മീറ്റ് ടെൻഡറൈസർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇറച്ചി പിന്നെ ഇറച്ചികളെല്ലാം അല്ലെങ്കിൽ ബീഫ് മട്ടൺ ഇതൊക്കെ നല്ല പഞ്ഞി പോലെ വേവിച്ചെടുക്കുന്നത് പിന്നെ ഇഷ്ടമാണ്. അങ്ങനെ എളുപ്പത്തിൽ അത് വേവിച്ചെടുക്കാൻ നമുക്കിത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. നമുക്ക് ഈ പപ്പായ ഒന്ന് മുറിച്ചെടുക്കാം, തൊലിയൊന്നും ചെത്തണ്ട. എന്നിട്ട് ഇതിലുള്ള കുരുകളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം പെട്ടെന്ന്. അതിലേക്ക് ഇതിലെ കുരുകളെ ഇങ്ങനെ ഒന്ന് നീക്കിയെടുക്കാം. ആയില്ല. നമ്മളതിൻ്റെ കുരുവെല്ലാം നീക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇതിനെ ഒന്ന് ചെറുതായിട്ട് തിന്നായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ എന്തിനാണ് പപ്പായ തിന്നായിട്ട് അരിഞ്ഞെടുത്ത് നമുക്കിത് ഉണക്കാൻ വെക്കണം. അപ്പോൾ നമുക്കിത് ചെറുതായിട്ട് കട്ടി കുറച്ചിട്ട് വെയിലത്ത് വെച്ചിട്ട് ഉണക്കാൻ വേണ്ടിയിട്ട് അരിഞ്ഞെടുക്കാം. നമുക്ക് കട്ടി കുറച്ച് തിന്നായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ പപ്പായയിലുള്ള ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മീറ്റുകളെല്ലാം ബീഫായിക്കോട്ടെ മട്ടൺ ആയിക്കോട്ടെ അങ്ങനെയുള്ള മീറ്റുകൾ പെട്ടെന്ന് വേകാൻ ബുദ്ധിമുട്ടുള്ള മീറ്റുകളൊക്കെ നമുക്ക് പെട്ടെന്ന് സോഫ്റ്റാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതിന് നമ്മൾ പച്ചയായിട്ടും ഇത് ഉപയോഗിക്കാം. പക്ഷേ എപ്പോഴും പച്ച പപ്പായ തേടി നടക്കാനോ അത് പിന്നെ കിട്ടാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും കുറച്ച് അധികം ഇത് സംഘടിപ്പിച്ചിട്ട് പിന്നെ പച്ച പപ്പായ എടുത്ത് അതിനെ തൊലിയോടുകൂടി തന്നെ അരിഞ്ഞ് കട്ടി കുറച്ചിട്ട് ഇങ്ങനെ അരിഞ്ഞ് വെയിലത്ത് വെച്ചിട്ട് ഉണക്കി നമുക്കത് കൊണ്ട് നമ്മുടെ മീറ്റ് ടെൻഡറൈസർ റെഡിയാക്കി എടുക്കാം. ഇല്ല നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്കത് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. പക്ഷെ നമ്മുടെ സാധാരണ കടയിൽ എല്ലായിടത്തും കിട്ടിയിട്ടില്ലെങ്കിൽ പോലും നമുക്ക് ഓൺലൈനിലൊക്കെ മേടിക്കാൻ കിട്ടും. അത്രയും വില കൊടുത്ത് ഇത് മേടിക്കേണ്ട ഒരു കാര്യം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല, നമുക്കത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ പപ്പായെല്ലാം അരിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് വെയിലത്ത് വെച്ചിട്ട് നല്ലപോലെ ഉണങ്ങിയെടുക്കാം. നല്ലപോലെ ഉണങ്ങി കഴിയുമ്പോൾ എന്നിട്ട് നമുക്കത് പൊടിക്കാൻ ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ പപ്പായെല്ലാം നല്ല ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് പൊടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ മീറ്റ് ടെൻഡറൈസർ റെഡി ആയിട്ടുണ്ട്. നല്ല ഫൈൻ പൗഡർ ആക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് കുറേ കാലത്തേക്ക് ഒരു കുപ്പിയിലടച്ച് സൂക്ഷിച്ച് വെക്കാം. മീറ്റെല്ലാം ഉണ്ടാക്കുമ്പോൾ ഒരു ഇതിലേക്ക് ഒരു സ്പൂൺ വെച്ചിട്ടിട്ട് മസാലയിലൊന്ന് തിരുമ്മി വെച്ചിട്ട് വേവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീറ്റ് എളുപ്പത്തിൽ നല്ല പഞ്ഞു പോലെ വെന്ത് കിട്ടും.